ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. UAE രാജകുമാരി, നിങ്ങളുടെ ഈ വാക്കുകൾ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ടല്ലോ. ഈ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അതിൽ പലരും മോദിയെയും അമിത്ഷയെയും സംഘപരിവാറിനെയും RSSനെയും പേടിച്ച് ഒരക്ഷരം മിണ്ടാത്ത സമയത്ത് ആർജവത്തോടെ എല്ലാം തുറന്നു പറയുന്നുണ്ടല്ലോ. അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. പറഞ്ഞു വരുന്നത് UAE രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമിയുടെ തുറന്നു പറച്ചിലിനെ കുറിച്ച് തന്നെയാണ്. ഒരു മാധ്യമത്തിന് അവർ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിലാണ് തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളത്. സഫൂറ അസർഗർ എന്ന് പറയുന്ന ഗർഭിണിയെ തടവിലാക്കുകയും പിന്നീട് ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് ആ യുവതിയുടെ വാക്കുകൾ പോലും കോടതി കേൾക്കാൻ തയ്യാറാവാത്തതിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് UAE രാജകുമാരി ആ മാധ്യമത്തോട് തുറന്നടിച്ച് പറഞ്ഞത്. UAE രാജകുമാരി പറയുന്നു, ഇന്ത്യയിൽ എങ്ങനെയാണ് BJP വളർന്നത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വേരുറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. കാരണം ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതൽ കേട്ടു തുടങ്ങിയത് ഒരു മതേതരത്വ രാഷ്ട്രം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അത് വർഗീയ രാഷ്ട്രത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങളിലേക്ക് വാർത്തകൾ എത്തുമ്പോൾ ഞങ്ങൾ വേദനിച്ചു പോകുന്നു. കാരണം എങ്ങനെ ഇവർ വളർന്നു എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ് എന്ന് UAE രാജകുമാരി തുറന്നടിച്ചു പറയുന്നുണ്ട്. ഒപ്പം UAE രാജകുമാരി പറയുന്നു, ഞങ്ങളുടെ UAE ഒന്ന് നിങ്ങൾ നോക്കുക, ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അങ്ങനെ എല്ലാ മതക്കാരുമുണ്ട്. എല്ലാവർക്കും ഈ രാജ്യത്ത് തുല്യ അവകാശമാണുള്ളത്. ഇവിടെ ഒരു വിവേചനവുമില്ല. എന്നാൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. COVID-19 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ UAE രാജകുമാരി പറയുന്നു. മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേട്ടയാടുന്ന ഒരു വർഗം തന്നെ ഇവിടെയുണ്ട് എന്ന് UAE രാജകുമാരി തുറന്നടിച്ച് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ രാജ്യം നേരിടുന്ന ഒരു പ്രശ്നത്തിൽ ഈ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ശബ്ദിക്കാതിരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായ രീതിയിൽ ഇന്ത്യയെ വീക്ഷിച്ചുകൊണ്ട് ഒരു മതേതരത്വ നിലപാടോടുകൂടി കൃത്യമായി സംഘപരിവാർ സമൂഹത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് UAE രാജകുമാരിയുടെ ഒരു മിടുക്ക് തന്നെയാണ്. ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമി പറയുന്നുണ്ട്, സഫൂറ അസർഗറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ മാത്രമല്ല അഭിപ്രായം പറഞ്ഞത്, ഈ ലോകത്തെ എല്ലാ സംഘടനകളും അവൾക്ക് വേണ്ടി രംഗത്ത് വന്നില്ലേ. അമേരിക്കയിലെ ബാർ കൗൺസിൽ വരെ രംഗത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു സഫൂറ അസർഗറിന് ജാമ്യം നൽകണം എന്ന്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നുള്ളത്. എന്തുകൊണ്ടാണ് ജാമ്യം നൽകാത്തത്? മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് വേട്ടയാടപ്പെടുന്നു എന്ന് UAE രാജകുമാരി തുറന്നടിച്ച് പറയുമ്പോൾ ആ പറച്ചിൽ ചെറുതായൊന്നുമല്ല കേന്ദ്രത്തെ വേട്ടയാടുന്നുള്ളത്. കാരണം നാളുകളിൽ UAEയുമായി ബന്ധപ്പെട്ട് പല കരാറുകളിലേക്കും കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ UAE ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ രാജകുമാരിയുടെ ഈ പ്രസ്താവനകളിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമി കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നിലപാടുകൾ, സംഘപരിവാറിന്റെ വംശീയ വേട്ടകളെ കുറിച്ച് കൃത്യമായി പഠനം നടത്തി നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ചെറിയ ആശ്വാസം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.